ഹലോ, 1939 കളിച്ചൊരു ജീനിയസ് ചെസ് കോമ്പിനേഷൻ കണ്ടാലും ഇവിടെ വൈറ്റ് കളിക്കുന്ന പ്ലെയർ റൂക്ക് വെച്ച് ഈ നൈറ്റിനെ വെട്ടിയെടുക്കും. ബ്ലാക്ക് നോക്കുമ്പോൾ ഇതെന്താണ് വെറുതെ നൈറ്റിനെ വെട്ടിയെടുക്കണം, റൂക്കിനെ തിരിച്ചങ്ങ് വെട്ടിയെടുത്തു. ഇവിടെ വൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന ക്യൂൻ C4 കളിച്ചൊരു ചെക്ക് കൊടുക്കും. ബിഷപ്പിലേക്ക് അറ്റാക്കാണ്. ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കിങ് ഇവിടേക്ക് വരുന്നു. ഇവിടെയാണ് വീണ്ടും സർപ്രൈസ് ചെയ്തുകൊണ്ട് ക്യൂനിനെ അങ്ങ് വൈറ്റ് സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്യൂനിനെ സാക്രിഫൈസ് ഇവിടെ ബ്ലാക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ഇവിടെ വൈറ്റ് പ്ലെയറെ കണ്ടിന്യൂ ചെയ്യുന്നത്? നൈറ്റ് E5 ഒന്ന് ചെക്ക് കൊടുക്കണം. ഇതിന്റെ ഐഡിയ കിങ്ങിന് ഈ സ്ക്വയറിലേക്ക് പോകാതിരിക്കാനും ബിഷപ്പ് ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യണം. ഓൺലി മൂവ് കിങ് താഴേക്ക് വരണം. ഈ പൊസിഷനിൽ നൈറ്റ് തിരിച്ച് D3 കൊണ്ട് വീണ്ടും ഒരു ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ ബിഷപ്പിന്റെ ലോങ് ഡയഗണൽ അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ കിങ്ങിന് ഇവിടേക്ക് ഓൾമോസ്റ്റ് ഫോഴ്സ്ഫുള്ളി വരേണ്ട അവസ്ഥയാണ്. ഇവിടെ വൈറ്റ് ഒരു സൈലന്റ് മൂവ് കളിക്കുന്നു, കിങ്ങിനെ D2 കളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് എന്ത് കളിച്ചാലും മേറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ ഇവിടെ ചെക്കൊന്നുമില്ല. ക്യൂണിനെ ഇവിടേക്കൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പോൺ ടു C3, മൂവ് ചെയ്യാൻ സ്ക്വയർ ഒന്നുമില്ല, ചെക്ക്.